സ്വർണം ഇളക്കിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് അതിൻ്റെ പ്രതിവിധി ഇനി എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിന്തനം ആവശ്യമായിരുന്നു. ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണൻ കൊടുത്താണ് ഒരു തന്ത്രി പ്രതിഷ്ഠ ചെയ്യുന്നത്. പക്ഷേ തന്ത്രിക്ക് വൈകല്യം സംഭവിക്കാൻ പാടില്ല. അപ്പോൾ തന്ത്രിക്ക് വൈകല്യമാണ് സംഭവിച്ചിരിക്കുന്നത്. തന്ത്രിക്ക് ക്ഷതം വന്നു കഴിഞ്ഞാൽ അത് ദേവന് ക്ഷതം വന്നതിന് സമമാണ്. മോഷണം നടത്തുന്നെന്ന് തന്ത്രി അറിഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്ക് ഉടനടി കൊടുക്കേണ്ട പരിഹാരം എന്ന് പറഞ്ഞത് ചോരശാന്തി ഹോമം. നമസ്കാരം. കോടികളുടെ കൊള്ളയാണ് ശബരിമല ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ഈ കൊള്ള നടന്നതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രശ്നം വെപ്പ് നടന്നു. എന്തായാലും അഷ്ടമംഗല പ്രശ്നം വെപ്പാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ടി ഇരുന്നത്. ഇത് നടത്തിയോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈയൊരു നിമിഷത്തിൽ ശബരിമലയിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള പൂജകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശബരിമല ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്താതെ ഇത്തരത്തിലുള്ള പൂജകൾ നടത്താൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് അഖില തന്ത്രി പ്രചാരക സഭയുടെ ഭാരവാഹികൾ. സ്വർണം ഇളക്കിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് അതിൻ്റെ പ്രതിവിധി ഇനി എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിന്തനം ആവശ്യമായിരുന്നു. അപ്പോൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ശുദ്ധിയും കാര്യങ്ങളും തന്ത്രി തൻ്റെ ആത്മകഥ അനുസരിച്ച് ശുദ്ധിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ പൂജകളും കാര്യങ്ങളും കളഭവും നിത്യകളഭവും ഉള്ളൊരു ക്ഷേത്രമാണ്. എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും ഭക്തജനങ്ങളുടെ തിരക്കുള്ളൊരു ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ ഉടനെ മകരവിളക്കിന് മുമ്പായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി മകരവിളക്ക് കഴിഞ്ഞ് ഇത് അഷ്ടമംഗലം വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇതുവരെ ഒരു മറുപടിയും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഉത്തര നക്ഷത്രത്തിൻ്റെ അന്ന് ഭഗവാന്റെ മകൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് തന്നെ പിതൃസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് അവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടുവെന്നും എന്തൊക്കെയാണ് ഭഗവാന്റെ ഇച്ഛയെന്നും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു, വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാനോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അടിയന്തരമായിട്ട് സഭ ഒരു ലെറ്റർ കൊടുക്കാനും തയ്യാറ് തന്നെയാണ്. അഷ്ടമംഗല പ്രശ്നം നടത്താനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് ആരാണ്? അതുകൂടാതെ ഈ പ്രശ്നം നടത്താതെ ഈ ദേവൻ്റെ ചൈതന്യം പൂർണ്ണമായി അവിടെ ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതായത് ദേവന് ചൈതന്യം ഉണ്ട്. എന്നാൽ വിഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയാണ്. ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണൻ കൊടുത്താണ് ഒരു തന്ത്രി പ്രതിഷ്ഠ ചെയ്യുന്നത്. പക്ഷേ തന്ത്രിക്ക് വൈകല്യം സംഭവിക്കാൻ പാടില്ല. അപ്പോൾ തന്ത്രിക്ക് വൈകല്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം തന്ത്രി ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് യഥാർത്ഥ തന്ത്രി ഇദ്ദേഹമാണ്. അതിൻ്റെ ഉപരി തന്ത്രി ഇപ്പോൾ ഉപതന്ത്രിയായിട്ട് ആര് നിന്നാലും തന്ത്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് തന്ത്രിക്ക് ക്ഷതം വന്നു കഴിഞ്ഞാൽ അത് ദേവന് ക്ഷതം വന്നതിന് സമമാണ്. വിഗ്രഹ ആരാധന എന്ന് പറയുന്നതും അതാണ്. വിശേഷ ഗ്രഹ ഇത് വിഗ്രഹം. ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം അവിടെ ഒരു ക്ഷതം, ഒരു സൂര്യനെ കാർമേഘം കൊണ്ട് മൂടുമ്പോൾ സൂര്യൻ മൂടപ്പെടും. അതേമാതിരിയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങളും കാര്യങ്ങളും ക്ഷേത്രത്തിൽ നടന്നാലുള്ള അവസ്ഥ. അപ്പോൾ സൂര്യനെ നമ്മളിപ്പോൾ ഒരു ഇരുട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യനെ മൊത്തം കാർമേഘം മൂടി സൂര്യനെ കാണാൻ പറ്റത്തില്ല. അതേമാതിരിയാണ് ഈ ദുർസംബന്ധമായിട്ടുള്ള മോഷണം, ഇങ്ങനെ അതിനകത്തുള്ള അശുദ്ധി, ഇതൊക്കെ വന്നാൽ ദേവന് സംഭവിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ ഇത്തരം മോഷണം നടന്നാൽ ഉടനടി ചോരശാന്തി ഹോമം നടത്തണം. മോഷണം നടത്തുന്നെന്ന് തന്ത്രി അറിഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിക്ക് ഉടനടി കൊടുക്കേണ്ട പരിഹാരം എന്ന് പറഞ്ഞത് ചോരശാന്തി ഹോമം. അത് നടത്തിയ ഉടനെ ഇത് ഒരു അഷ്ടമംഗല്യ പ്രശ്നം ദേവസ്വം ബോർഡിനോട് തന്ത്രി ആവശ്യപ്പെട്ട് തന്ത്രിയാണ് ആവശ്യപ്പെടേണ്ടത്. ആവശ്യപ്പെടണം. അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കണം. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് തന്ത്രി ചോദിക്കണം. അത് ചോദിക്കാനുള്ള റൈറ്റ് തന്ത്രിക്കുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല. അത് തന്ത്രിക്ക് ചോദിക്കാം. കാര്യം ഈ തുടക്കം ഒരു അല്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു കാഴ്ചയിൽ അദ്ദേഹം ചോദിച്ച ഒരു കാഴ്ചയിൽ നമ്മളൊരു സംഭവം കണ്ടു, നമുക്ക് ആ ദ്വാരപാലകർക്ക് ഇന്ന ഭാഗങ്ങൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്ത്രിയുടെ കാഴ്ചയിൽ കണ്ട് എന്താണ് അത് ഇല്ലാത്തതെന്ന് തന്ത്രിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് പ്രകാരം തന്ത്രി അതിനെതിരെ ഒരു ലെറ്റർ കൊടുക്കണം. കളവ് പോയെന്ന് അറിഞ്ഞ നിമിഷം തന്ത്രി ലെറ്റർ കൊടുക്കണം. 100% കൊടുത്ത് തന്ത്രിയുടെ എന്താണ് അതിൻ്റെ കാര്യമെന്ന് തന്ത്രി ബോധ്യപ്പെടുത്തണം. അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ജ്യോത്സ്യനാണ് പരിഹാരം നിർദ്ദേശിക്കേണ്ടത്.
ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കളവുകൾ മോഷണം പോയിട്ടുണ്ട്, ഇന്ന വസ്തുക്കൾ ഇവിടെ ദേവനെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രശ്നത്തിൽ കണ്ടുപിടിക്കണം. അതിനാണ് അഷ്ടമംഗല്യ പ്രശ്നം എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ കളവ് പോയോ, 6-ാം ഭാവം കൊണ്ട് വ്രണം, വ്യാധികൾ, ശത്രുക്കൾ അഖിലം ചിന്തിക്കണം. അങ്ങനെ 6-ാം ഭാവം കൊണ്ട് ആ പ്രശ്നം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുമ്പോൾ 6-ാം ഭാവത്തിലെ ശത്രുസ്ഥാനത്ത് ഇല്ല കള്ളന്മാർ അങ്ങനെ 6-ാം ഭാവത്തിൽ ഗുളികൻ്റെ ദൃഷ്ടി, ഇതൊക്കെയാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ഇപ്പോൾ നമ്മളത് ജ്യോത്സ്യന്മാരെ ആക്ഷേപിക്കുന്നതല്ല. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ക്രിയകൾ ജ്യോത്സ്യന്മാരെ നിർദ്ദേശിക്കും, തന്ത്രി അതിനെ അനുകൂലിക്കും, തന്ത്രി ആ കർത്തവ്യം ചെയ്യുന്നതോടൊപ്പം തന്ത്രിയുടെ അനുജ്ഞ അവിടെ തീരുന്നു. ഈ പ്രശ്നം നടത്താൻ ഇപ്പോൾ വളരെ നീണ്ടുപോയിരിക്കുകയാണ്, കാലം നീണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതുമൂലം ഈ ക്ഷേത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുക? ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദേവൻ്റെ സാന്നിധ്യങ്ങൾക്ക് കുറവുകൾ സംഭവിക്കാം, ചൈതന്യങ്ങൾക്ക് ശ്രേയസ്സില്ലായ്മ വരാം. ഒരു മോഷണം ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ല. 100% ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരു കാരണവശാലും മോഷണം എന്നുള്ളൊരു സംഭവം നടത്താൻ പാടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ദേവന് ഹിതമാണ്. ആ ദേവ ചൈതന്യത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് നടന്നിരിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ തന്ത്രി എന്നുള്ള ഒരു നിലയ്ക്ക് അദ്ദേഹം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചുകൊണ്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു പ്രശ്നം നടത്താത്തത് എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് പറയാനെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ അറിയുന്നത് ടി വിയിലും റേഡിയോയിലും കണ്ടാണ് നമ്മൾ തന്നെ ഇങ്ങനൊരു കളവ് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ നടന്നു പറയും. ഒരു ചെറിയൊരു പൈസ മോട്ടിച്ചാൽ കൂടെ പത്രത്തിൽ വരും. പക്ഷേ ഇത്രയും വലിയ മോഷണം നടന്നിട്ട് യാതൊരുവിധ കാര്യങ്ങളും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും സീക്രട്ടായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവർ തന്നെ അത് പറയാതിരിക്കുന്നത് തെറ്റാണ്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ നിരീക്ഷണത്തിൽ തെറ്റെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് നമ്മൾ ಖಂಡಿച്ച് തന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അവർ കോടതി കൊടുത്തൊരു മൊഴി ആണ് നമ്മൾ പറഞ്ഞ അനുജ്ഞ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള രേഖകൾ, ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹം ഇന്ന മാനുവലിൽ ഇന്നത് ഒപ്പിട്ടത് കൊണ്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തെന്ന് പറയും. അത് തെറ്റാണ്. അപ്പോൾ അതേമാതിരി തന്ത്രി അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമ്മൾ സഭയ്ക്ക് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ അടുത്ത് ഓരോരുത്തരും നമ്മുടെ അടുത്ത് തിരിച്ച് ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ നമ്മൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് സഭയിലിരിക്കുന്നത്, തന്ത്രി പ്രചാര സഭ എന്തിനാണ് കൊണ്ടു നടത്തുന്നത്, നമ്മളെ ഹിന്ദു സംഘടനകൾക്ക് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ തന്ത്രിമാരെ എന്തിനാണ് സംരക്ഷണം എന്നൊക്കെ പല തന്ത്രിമാരെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോണിൽ കൂടെ ചോദിക്കുന്നവർക്ക് മറുപടി നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ രീതിയിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമാക്കണം, അത്രയാണ്. എന്തായാലും ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പ്രശ്നം വെപ്പ് നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ അഷ്ടമംഗല പ്രശ്നം വെപ്പ് നടന്നിട്ടില്ല. ഈ പ്രശ്നം വെപ്പ് ഇവിടെ നടത്തണം എങ്കിൽ തന്ത്രി ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ അനിഷ്ടം സംഭവിച്ചതിനാൽ ഈ ഒരു പ്രശ്നം വെപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു കത്ത് ദേവസ്വം ബോർഡിന് നിലവിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിലവിലിപ്പോൾ പ്രശ്നം വെപ്പ് ശബരിമലയിൽ നടക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ മകരവിളക്ക് പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും കാലം നീണ്ടു, അതായത് ഈ ഒരു കൊള്ള നടന്നിട്ട് ദീർഘനാളായി, ഈ ഒരു സമയത്തിനിടയിൽ പോലും ഈ ഒരു പ്രശ്നം വെപ്പ് നടന്നിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇത് ദേവന്റെ അപ്രീതിക്ക് വരെ കാരണമായേക്കാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.